കൂടുതൽ കേസുകളിൽ അർജുൻ ആംഗിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ്. കോതമംഗലം, ഊന്നുകൽ സിഐമാരെ ഭീഷണിപ്പെടുത്തിയ കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അപേക്ഷ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇന്ന് തലശ്ശേരി CJM കോടതിയിൽ സമർപ്പിക്കും. ആംഗി എറണാകുളത്ത് എത്തിച്ച വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. അർജുൻ ആംഗിക്ക് പൂട്ടിട്ടതിന് പിന്നാലെ ആംഗിക്ക് സഹായം നൽകിയ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ കേസിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശമുണ്ട്. അപ്പോൾ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കും, അതായത് കാപ്പ ചുമത്തേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ മടിക്കില്ല എന്നുള്ള സൂചനയൊക്കെ ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അതിനേക്കാൾ ഉപരി മറ്റ് പല ജില്ലകൾ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെ പല ജില്ലകൾ മാറി മാറി സഞ്ചരിക്കാനും കാറുകൾ മാറി ഉപയോഗിക്കാനും ഫോണുകൾ മാറി ഉപയോഗിക്കാനും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാനും ഒക്കെ ഒരുപാട് ആളുകൾ അർജുൻ ആംഗിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിലേക്കും അന്വേഷണം വൈകാതെ എത്തുമല്ലേ സിനോജ്? തീർച്ചയായും ഷിഹാസ്, അതായത് കോതമംഗലം SHയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അർജുൻ ആംഗി ഒളിവിൽ പോകുന്നത്. ഒളിവിൽ പോയ ശേഷം 3ലധികം കേസുകളാണ് ആംഗിക്കെതിരെ വന്നിരിക്കുന്നത്. അത് മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തി, ആ കോതമംഗലം SHയെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHയെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നിരവധി പരാതികൾ വരികയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂരിൽ വെച്ച് കേരള പോലീസ് അർജുൻ ആംഗി അറസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിലാണ്. ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കണ്ണൂർ DCC പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിലായിരിക്കുന്നത്. ഇനി ഒളിവിൽ പോകാൻ കാരണമായ കോതമംഗലം SHയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഊന്നുകൽ SHയാണ് കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ SHയെ ഭീഷണിപ്പെടുത്തിയതും വേറൊരു കേസുണ്ട്. അതായത് അടുത്തിടെ ഒന്നും തന്നെ അർജുൻ ആംഗി പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോ കേസുകൾ അർജുൻ ആംഗിക്ക് പിന്നാലെ വരാൻ വേണ്ടി പോവുകയാണ്. അതുമാത്രമല്ല, ഹൈക്കോടതി കോതമംഗലം SHയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യം നിഷേധിച്ചിരുന്നു. അതോടുകൂടിയാണ് പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിക്കുകയും ഈ അർജുൻ ആംഗിയെ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഭീഷണി സന്ദേശം അയക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ ഒളിവിൽ പോകാൻ സഹായിച്ചത് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒളിവിൽ പോവുക മാത്രമല്ല, പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരെ പല വാഹനങ്ങൾ മാറിക്കയറിയാണ് അർജുൻ ആംഗി സഞ്ചരിച്ചിരിക്കുന്നത്. കാറുകളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. ആരുടെ വാഹനങ്ങളാണ്, ആരൊക്കെയാണ് സഹായം ചെയ്തത്? അതുമാത്രമല്ല, ഒളിവിൽ ഇരുന്നു കൊണ്ട് അർജുൻ ആംഗിയുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് ആരാണ്? അർജുൻ ആംഗി തന്നെയാണോ അല്ലെങ്കിൽ അർജുൻ ആംഗിയുടെ സുഹൃത്തുക്കളാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. അർജുൻ ആംഗിക്ക് സഹായം ചെയ്ത എല്ലാവരെയും പിടികൂടുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കോഴിക്കോട് നടക്കാവ് പോലീസ് അർജുൻ ആംഗിയുടെ സഹോദരനെ പോലും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് അർജുൻ ആംഗിയും കൂട്ടാളികളെയും പൂർണ്ണമായും പൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും ജയിലിലായിരിക്കുന്ന അർജുൻ ആംഗി അടുത്തിടെ ഒന്നും പുറത്തു വരാനുള്ള സാധ്യതയും തീരെ കുറവാണ്. ഷിഹാസ്, ശരി സിനോജ്, അപ്പോൾ അർജുൻ ആംഗിയെ കത്രിക പൂട്ടാൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം.